തുടക്കത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്പർമാർ എല്ലാവർക്കും ചെറുതും വലുതുമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പിന്നെ നാട്ടിൽ പോയിട്ട് ചികിത്സയും മറ്റും കഴിഞ്ഞ് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇവിടെ ഹാജരാക്കിയാൽ അതിൻ്റെ നിശ്ചിത ശതമാനം പൈസ അല്ലെങ്കിൽ ആ ബില്ലിൻ്റെ നമ്മൾ ബന്ധപ്പെട്ട മെമ്പർമാർക്ക് കൊടുക്കും. അതാണ് തുടക്കം നമ്മുടെ ഉദ്ദേശം. പക്ഷേ അതിൽ ഒതുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഭാവിയിൽ അങ്ങോട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കക്കാട്ടിൽ നിന്നും SLCക്കും മറ്റ് കോഴ്സുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് വിശദാംശം വേണ്ടി നിങ്ങളോട് സൂചിപ്പിക്കും. പിന്നെ നമുക്കറിയാം, നമ്മുടെ മെമ്പർമാരുടെ ഇടയിലുള്ള പ്രശ്നം മാത്രം പോരാ, നമ്മുടെ നാട്ടിൽ അസുഖങ്ങളെ കൊണ്ടും മറ്റ് കഷ്ടപ്പാടുകളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരു നല്ല ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാനുള്ള ഒരു വേദിയായി കൂടി നമ്മൾ ഈ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ അറിയിപ്പുകളെല്ലാം ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ മഹത്തായ സുദിനത്തിൽ, ബലിപെരുന്നാൾ ദിനത്തിൽ എല്ലാവരെയും കാണുവാനും ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ആദ്യ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. കനിവ് കക്കാട്ടിയുടെ ഒരു പെരുന്നാൾ സംഗമം സംഘടിപ്പിക്കുവാൻ നമുക്ക് ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ മുഖ്യ രക്ഷാധികാരി KV റഷീദ് അവർകളാണ്. അദ്ദേഹത്തിന് ഈ വേളയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരസ്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി സംഘടിപ്പിക്കുവാൻ ആഴ്ചകളോളം രാപ്പകലില്ലാതെ സ്പോൺസർമാരെ കണ്ടെത്തി അതിനുവേണ്ടി നേതൃത്വം നൽകിയ റഷീദ് KP, അതുപോലെ തന്നെ ഫിറോസ് KP, അതുപോലെ തന്നെ പ്രമോദ് PS, അൻവർ PK, ഖാദർ കക്കാട്ടി, സജിത്ത് നാട്ടിലാണ്. സജിത്തും പോകുന്ന നാൾ വരെ വളരെ സജീവമായി സ്പോൺസർഷിപ്പ് പിടിക്കുവാൻ സജിത്ത് മരക്കാർ, ഇവരെ എല്ലാവരെയും കനിവ് കക്കാട്ടിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ ഒരു ഗാനമേളയുണ്ട്. ആ ഗാനമേള കഴിഞ്ഞ് നമുക്കിവിടെ നല്ലൊരു ഭക്ഷണം ഫുഡ് കമ്മിറ്റി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫുഡ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ KP മുജീബ് റഹ്മാൻ, PV മനോഹരൻ, ബഷീർ നിലമ്പതി, അവർക്ക് കനിവ് കക്കാട്ടിയുടെ പേരിലും എൻ്റെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ പുറത്ത് വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ നടക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ നേതൃത്വം നമ്മുടെ സഹഭാരവാഹികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. MV ഗിരീഷ്, KV ഷാജഹാൻ, സന്തോഷ് ഹരിദാസ്, ബഷീർ അല്ലൈൻ, രവീന്ദ്രൻ VK തുടങ്ങിയ വ്യക്തികളാണ് രജിസ്ട്രേഷൻ കൗണ്ടറിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അവരെ ഈ വേളയിൽ കനിവിന് കൂട്ടായ്മയ്ക്ക് വേണ്ടിയും എൻ്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വളരെ വിപുലമായ രീതിയിൽ പരസ്യം നൽകിയ പത്രത്തിലും TV-യിലും റേഡിയോയിലും ഫേസ്ബുക്കിലൂടെയും അതിവിപുലമായി പരസ്യം നൽകുകയും മറ്റു നാട്ടുകാരെ കക്കാട്ടി കനിവ് കൂട്ടായ്മയുടെ പ്രവർത്തനം, ഇതുപോലൊരു സംഗമം, എന്നെ അറിയുന്ന പലവരും എൻ്റെ മൊബൈൽ നമ്പർ അതിലുള്ളത് കൊണ്ട് വിളിച്ചു. കക്കാട്ടിയിൽ വലിയൊരു സംഗമം, അതും ഷാർദ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആളിൽ വെച്ച് നടത്തുന്നു. നിങ്ങൾ വളർന്നു പോയി എന്നൊക്കെയാണ് ആശംസകൾ നമുക്ക് കിട്ടിയത്. എന്നിരുന്നാലും വളരെ നല്ല പ്രവർത്തനം നൽകിയ പരസ്യവും റേഡിയോ പരസ്യവും ഫേസ്ബുക്കിലൂടെയും പരസ്യം നൽകിയ MN നാസർ, PS പ്രമോദ്, MT അലി, കരീം KV, കനിവ് കക്കാട്ടിയുടെ പേരിൽ അവരെയും അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദി വളണ്ടിയർമാരായിട്ട് KN മൈദീൻ, C നൗഷാദ്, PK റഷീദ്, ഉമ്മർ കൂമ്പ്ര, അവരെയും ഈ വേളയിലേക്ക് അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ കനിവിൻ്റെ ആദ്യം മുതലുള്ള പ്രവർത്തനങ്ങളിൽ
കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ പോയ, നാട്ടിൽ നിന്നും നമ്മെ വിളിച്ച് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ ഫോണിൽ കൂടെ വിളിച്ച് എന്തായി പ്രവർത്തനങ്ങളെന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. OV സൈനുദ്ദീൻ അവർകൾ, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ, സജിത്ത് മരക്കാർ, C നൗഷാദ്, ഇവരെ 4 പേരെയും അവരുടെ അഭാവത്തിൽ അവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ദുബായിലെ ഒരു പെരുന്നാൾ ദിനത്തിൽ ഒരു ലീവ് കിട്ടിയാൽ അല്ലയിൽ മുതൽ അബുദാബി, റാസർ കൈമ, മറ്റു എമിറേറ്റുകളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഈ ഹാളിലേക്ക് നമ്മുടെ കൂട്ടുകാരെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കനിവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിൽ വിഷയാവതരണത്തിന് വേണ്ടി കനിവ് കക്കാട്ടിയുടെ സെക്രട്ടറി MM നാസർ അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ്റെ കക്കാട്ടിൻ നിവാസികളെ, ഈ ഈദ് ദിനത്തിൽ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കനിവ് കക്കാട്ടി എന്ന ഈ പ്രവാസി കൂട്ടായ്മയുടെ ഈദ് സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ നിങ്ങൾ അധ്യക്ഷൻ കാര്യങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമായും നമ്മൾ പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ പ്രവാസികളുടെ മുഖ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളെക്കൊണ്ട് ആകുന്ന രീതിയിൽ നമ്മുടെ നാട്ടുകാർക്കും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമ്മളെക്കൊണ്ടത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് പരമാവധി സംഘടന ശ്രമിക്കും. ഏകദേശം മാർച്ച് 22-ന് രൂപീകരിച്ച ഈ സംഘടന ഏകദേശം 3 എക്സിക്യൂട്ടീവ് മീറ്റുകൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ ഈ ഒരു സംഘടന പല കാര്യങ്ങളും ഇതിന് മുന്നേ മീറ്റിങ്ങിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ മുഖ്യമായ കാര്യം, ഇതിൽ മെമ്പർഷിപ്പിന് ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും 100 ദിർഹംസ് ഈടാക്കുന്ന, ഇതിൽ നിന്നും മുഖ്യമായും ഈ പൈസ നമ്മൾ ആദ്യം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ചെലവഴിക്കുന്നത്. ഇവിടെ തന്നെ അസുഖം പിടിച്ചിട്ടും അതെല്ലാം നാട്ടിൽ പോയിട്ട് പല അസുഖമായിട്ടും ചികിത്സിക്കാൻ ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. അതിൽ നിന്ന് ഏകദേശം ഒരു 30% സംഘടനയുടെ വക ഒരു സഹായം, അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും പേപ്പറുകളൊക്കെയായിട്ട് സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സംഘടന അത് അനുവദിച്ച് തരുന്നതായിരിക്കും. പിന്നെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഈ പെരുന്നാൾ ദിനത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലവരായ നാട്ടുകാർ, കനിവിൻ്റെ മെമ്പർമാർ, ഈ ഹാളിൻ്റെ പുറത്ത് നിൽക്കുന്നവർ, ദയവ് ചെയ്ത് ഈ വേദിയിലേക്ക് കടന്നിരുന്ന് വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ആശംസാ പ്രസംഗം. നാട്ടിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഒരു ജില്ലയുടെ സാരഥിയായി മാറിയ നമ്മുടെ TP ഷഫീഖ് അവറുകൾ പ്രവാസിയായി ഇപ്പോൾ 1 വർഷമായി UAE-യിലുണ്ട്. അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ആശംസാ പ്രസംഗം കൂട്ടായ്മയെക്കുറിച്ച് പ്രസംഗിക്കുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കനിവ് കക്കാട്ടിയുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ആദ്യമായി നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കക്കാട്ടി നിവാസികളായി UAE-യിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജോലി തിരക്കുകൾക്ക് ശേഷം കിട്ടുന്ന ചെറിയ ഇടവേളകൾ ഉപയോഗപ്പെടുത്തി ഈ UAE മുഴുവൻ ഉള്ള കക്കാട്ടിയിലെ ജനങ്ങളെ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് വേണ്ടി അക്ഷീണമായി പ്രയത്നിച്ച
ഈ കനിവ് കക്കാട്ടിരിയുടെ ഭാരവാഹികളെ വളരെ ഹൃദയപൂർവ്വം ആദ്യമായി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കനിവ് കക്കാട്ടിരിയുടെ ഭാരവാഹികൾ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി അതിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച കനിവ് കക്കാട്ടിരിയുടെ പ്രസിഡൻറ്റും ഉദ്ഘാടനം ചെയ്ത റഷീദ് കയുമെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഇവിടെ പ്രവാസികളായി എത്തിയിട്ടുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൂടി നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി ഈ കനിവ് കക്കാട്ടിരിയുടെ കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായും ഇത്തരം കൂട്ടായ്മകളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവാസ കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലെ എനിക്ക് തന്നെ വളരെ ചുരുങ്ങിയ വിരലെണ്ണാവുന്ന ദിവസത്തെ പ്രവാസ ജീവിതമേ എനിക്കായിട്ടുള്ളൂ. എങ്കിലും ഇവിടെ വന്നതിന് ശേഷം ആദ്യമായി ഇത്രയും നാട്ടുകാരെ ഒരുമിച്ച് കണ്ടതിലുള്ള ആഹ്ലാദം എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസിയായി ജീവിതം ആരംഭിച്ച സമയത്ത് തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. നാട്ടിൽ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയും സംസാരിക്കാൻ സമയം കിട്ടിയാൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും ഇവിടെ പ്രവാസിയായി ഞാൻ എത്തി എന്നറിഞ്ഞതിന് ശേഷം അത് അറിഞ്ഞിട്ടുള്ള ഒരുവിധം ആളുകളെല്ലാം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തി എന്നെ കാണുവാൻ കഴിയുന്നവരെല്ലാം എന്നെ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾ മുഴുവൻ എനിക്ക് ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അത്രയും വലിയ ഈ പ്രവാസികളായ കക്കാട്ടിക്കാരുടെ സ്നേഹം അടുത്ത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാക്കാനതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇത്തരം പ്രവാസ കൂട്ടായ്മകളാണ് ഈ മരുഭൂമിയിലെ മരുപ്പച്ചകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായിട്ട് ആശംസാ പ്രസംഗം പി കെ റഷീദ് അവറുകളെ സ്നേഹാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ സന്നിധരായ കനിവിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വേദിയിൽ ഉപരിഷ്ടരായ മറ്റു നാട്ടുകാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾക്കാദ്യമായി എൻ്റെയും ഈ സംഘടനയുടെയും പേരിൽ ഈദാശംസകൾ അറിയിക്കുകയാണ്. കനിവ് കക്കാട്ടിരി എന്ന ഈ സംഘടനയ്ക്ക് കേവലം 4 മാസം പ്രായമായ ഒരു സംഘടനയാണ് കനിവ് കക്കാട്ടിരി. 4 മാസ പ്രായ പരിമിതി കൊണ്ട് ഇത്രയും വലിയ ഒരു സംഗമം പ്രത്യേകിച്ച് UAE-യിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവകരമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടുകാരായ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രയത്നവുമാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഈ പ്രവർത്തനം. ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നല്ല. നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന പലവരും വളരെ അധികം കഷ്ടപ്പെട്ടുകൊണ്ട് പലവരുടെയും അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല സുഹൃത്തുക്കളും ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മളിൽ ഒരു
2 മിനിറ്റ് അദ്ദേഹത്തെ ആരെങ്കിലുമായി സംസാരിക്കാൻ ടെലിഫോൺ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പലരും ഈ വേദിയിൽ നിന്ന് ഇവിടെ ഉണ്ട്. നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്കും അതുപോലെ നാട്ടിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളെല്ലാം സഹകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് പ്രോത്സാഹനം നൽകിയാൽ പല കാര്യങ്ങളും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് ഉദാഹരണം തന്നെ 4 മാസം പ്രായമായ ഈ കനിവ് കക്കാറ്റിയുടെ ഈ സംഗമം തന്നെ അതിനൊരു ഉദാഹരണമായി നമ്മൾ കണക്കിലെടുക്കാം. വളരെ സമയപരിമിതി മാത്രം ഉള്ള നമ്മളെല്ലാവരും 12 മണിക്കൂറും 14 മണിക്കൂറും 8 മണിക്കൂറും എല്ലാം ജോലി ചെയ്യുന്ന നമ്മളിൽ അരമണിക്കൂർ ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ ഈദ് സംഗമങ്ങളിലും ഓണാഘോഷ പരിപാടികളിലും മറ്റു പൊതു ലീവ് പരിപാടികളിലും എന്നെല്ലാം അങ്ങനെ UAE എന്തെങ്കിലും അവധി ദിനമായി വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഒത്തുകൂടിക്കൊണ്ടും പല കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും നമ്മളാൽ